ഉണർന്നിരിക്കുവിൻ. ഇന്ന് രാവിലെ കൈകളൊന്ന് ഉയർത്തി നമ്മുടെ കർത്താവിനൊരു സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ കർത്താവ് രാജാവും രാജാതിരാജാവുമായ കർത്താവാണ്. 3 വേദഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ പ്രാരംഭമായി ക്ഷണിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 42-ാം വാക്യം, 44-ാം വാക്യം. മറ്റൊന്ന് വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 7-ാം വാക്യം. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നുവെന്ന് നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിപ്പീൻ. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 7-ാം വാക്യം. നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. 3 കാര്യങ്ങളാണ് ഈ 3 വാക്യഭാഗങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നത്. 1 ഉണർന്നിരിപ്പിൻ, 2 ഒരുങ്ങിയിരിപ്പിൻ, 3 ഒരുങ്ങിയിരിക്കാനല്ല പറയുന്നത്, ഒരുങ്ങിയിരിക്കുന്നു. ആഹ്വാനമനുസരിച്ച് പൂർണ്ണമായി പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു സഭ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ ആ ഉറപ്പുള്ള ദൈവമക്കൾ എത്ര പേരുണ്ട്? കർത്താവ് വരുമെന്ന്, കർത്താവിന്റെ വരവ് അടുക്കൽ വാതുക്കലായിരിക്കുന്നെന്ന് നാം വിശ്വസിച്ചതിനേക്കാൾ രക്ഷ നമുക്ക് അടുത്തിരിക്കുന്നു എന്ന വചനത്തിന്റെ പൂർത്തീകരണങ്ങൾ ഈ ദിവസങ്ങളിൽ കാണുന്ന ദൈവമക്കൾ, കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ, പ്രത്യാശ ഹൃദയത്തിൽ നിറഞ്ഞ ദൈവമക്കൾ കൈ ഉയർത്തി സ്തോത്രം ചെയ്യും. ഞാൻ ഒരിക്കലും മറക്കാത്തൊരു സംഭവമുണ്ട്. ഏതാണ്ടൊരു 35 വർഷം പുറകിൽ തിരുവനന്തപുരത്ത് ഞങ്ങൾ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ അവിടെ SIT നഗർ എന്ന് പറയുന്ന അന്നത്തെ ഒരു പ്രധാനപ്പെട്ട നഗറാണ്. VIPs ആയ ആൾക്കാർ കൂടുതൽ താമസിക്കുന്ന ഒരു ഭാഗം. മുട്ടടയ്ക്കടുത്തൊരു സ്ഥലമാണ് തിരുവനന്തപുരത്ത്, കേശവാസപുരത്തിനടുത്ത്. ആ നഗറിലെ വീടുകളിൽ അങ്ങനെ വിസിറ്റേഴ്സിനെ അലോ ചെയ്യത്തില്ല. അവിടെ ഗേറ്റും പ്രത്യേക സംവിധാനങ്ങളും ഒക്കെ ഉള്ളതാണ്. എങ്കിലും അന്ന് വളരെ ചെറുപ്പമായതുകൊണ്ട്, 35 വർഷം പുറകിലല്ലേ, നമ്മുടെ അകത്തിങ്ങനെ തീ കത്തുന്ന ഒരു പ്രായമാണ്. ഏത് വീട്ടിലും ആരെ കണ്ടാലും സുവിശേഷം പറയാതെ ഒരു മിനിറ്റ് പോലും അടങ്ങിയിരിക്കാൻ പറ്റാത്തൊരു പ്രായം. അപ്പോൾ അന്ന് എൻ്റെ ഹൃദയത്തിലൊരു നിയോഗമുണ്ടായി. ഞങ്ങൾ 2-3 സഹോദരന്മാർ കൂടി ആ കോളനിയിൽ വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. കോളനി എന്ന് പറഞ്ഞാൽ നമ്മുടെ അർത്ഥത്തിലല്ലത്, വളരെ സ്റ്റാൻഡേർഡായ ആൾക്കാർ താമസിക്കുന്ന ആ ലൈനിൽ. അവിടുത്തെ 1-2 വീടുകൾ വിസിറ്റ് ചെയ്തിട്ട് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ആ ആൻറ്റിയും അവിടുത്തെ അങ്കിളും ഉണ്ട്. സുവിശേഷം പറയാൻ തുടങ്ങി. കർത്താവ് വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേന് ആൻറ്റി പറയുക, നല്ല കറതീർന്ന ഓർത്തഡോക്സുകാരിയാണ്. എൻ്റെ പാസ്റ്ററെ വേറെ പണിയൊന്നുമില്ലേ നിങ്ങൾക്ക്? ഞാൻ ചോദിച്ചു, എന്തോ ആൻറ്റി? കർത്താവ് വരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് നിങ്ങൾക്ക് വിളിച്ചു വരുത്തിയിട്ട് ഇവിടെ എന്നാ നേടാനാ? പാസ്റ്റർ ഇതൊക്കെ ആർക്ക് വേണ്ടി തന്നേക്കുക? നിങ്ങൾ കർത്താവിനെ അവിടെ ഇങ്ങ് ഇരുത്തിയല്ലേ? ഹലോ, പാവം ആൻറ്റി പച്ചയ്ക്ക് ചോദിച്ചെന്നേ ഉള്ളൂ. നമ്മുടെ പലരുടെയും മുഖഭാവം കണ്ടാലും ഏറെക്കുറെ അതുപോലെ. എത്രയോ നാളായി ആ പഴയ പ്രത്യാശ അകത്തൊന്ന് തിളച്ചിട്ട്. രക്ഷിക്കപ്പെട്ട നാളുകളിലെ ആഗ്രഹം ഒന്നല്ലാതെ ശരിയായി രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് രണ്ടാമത് കാണുമെന്ന് എനിക്ക് ചിന്തയില്ല. ഒറ്റ അഭിലാഷയുള്ളായിരുന്നു, പ്രാണപ്രിയ അങ്ങ് വരണേ, അങ്ങ് വന്നാൽ എന്നെ ചേർക്കണേ. ആ തീഷ്ണതയുള്ള, ആ തുടിപ്പുള്ള, ആ സന്തോഷം നിബിഡമായ നിമിഷങ്ങളായിരുന്നു നമ്മുടെ ഉൾത്തടം മുഴുവൻ നിറഞ്ഞു നിന്നത്. ഇന്ന് പ്രവാചക ശിഷ്യനോട് പ്രവാചകൻ ചോദിച്ച പോലെ, നീ ഇപ്പം ചിന്തകളെല്ലാം മാറി യാത്ര ചെയ്യുക. നിന്റെ ചിന്ത എന്നാണെന്നറിയോ? വീടോട് വീടും വയലോട് വയലും കൂട്ടുക. പ്രവാചകനൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അവനോട്, ഇതാണോ സമയം? ഇതാണോ സമയം?
രാവിലെ ആരാധനയിൽ വന്നിരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ അകം കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശ കൊണ്ട് നിറയുന്നില്ലെങ്കിൽ സാരമായ തകരാറുണ്ട് കേട്ടോ. ഇവിടെ നമുക്കെല്ലാം കർത്താവ് വരുവോളം അനുഭവിക്കാൻ കൃപ തന്നിട്ടുണ്ട്, തരട്ടെ. പക്ഷെ അവിടെ ആയിപ്പോകരുത് കണ്ണ്, അവിടെ ആയിപ്പോകരുത് മനസ്സ്, അവിടെ ആയിപ്പോകരുത് ശ്രദ്ധ. ഇവിടെ എങ്ങും നമ്മളെ ഉടക്കി നിർത്തുന്നതൊന്നും അരുത്. നമ്മുടെ അകം പിടയ്ക്കണം. ഓരോ ദിവസവും പറയണം, പ്രാണനാഥ, അങ്ങയുടെ വരവിന് വേണ്ടി, അങ്ങയുടെ വരവിന് വേണ്ടി ഞാനിതാ എന്നെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുകയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 14-15 വാക്യം ഒന്ന് വായിച്ചാട്ടെ. എബ്രായ ലേഖനം 12 സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. എങ്ങനെയാണ് നമ്മൾ ഒരുങ്ങിയിരിക്കേണ്ടത്? ഉണർന്നിരിപ്പീൻ, ഒരുങ്ങിയിരിപ്പീൻ. വചനം പറയുക, എല്ലാവരോടും ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. അടുത്തത്, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. സ്തോത്രം പറയാൻ പറ്റുമോ? കർത്താവിന്റെ കാഹളധ്വനിയിൽ രൂപാന്തരം സംഭവിക്കണമെങ്കിൽ തികഞ്ഞ ശുദ്ധീകരണത്തോടെ എബ്രോൻ ദൈവസഭയിൽ വന്ന് തിരുമേശയെടുക്കുന്ന, പാട്ടുപാടുന്ന, പ്രസംഗിക്കുന്ന, ആ കൗൺസിലുള്ള അല്ല സഭാ മെമ്പർഷിപ്പ് ഉള്ള മുഴുവൻ പേരെയും ചേർക്കാമെന്നല്ല, ശുദ്ധീകരണത്തോടെ, വിശുദ്ധിയോടെ, നിർമ്മലതയോടെ ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാനാ കർത്താവ് വരുന്നത്. അടുത്ത ഭാഗം ഒന്ന് വായിച്ചേ. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും. എല്ലാ ദൈവമക്കളുടെ വാക്യം കാണാതറിയാം, എനിക്കറിയാം. ഞാൻ പുതിയതൊന്നും അല്ല വായിപ്പിക്കുന്നേ. ദൈവകൃപ വിട്ടുപോകുന്ന പഴയ ദൈവകൃപ ഇപ്പോൾ ഉണ്ടോ? അന്യഭാഷ പറയുന്നുണ്ടോന്നല്ല. ഉമ്മച്ചനും പച്ചൻ പറഞ്ഞു, എടാ മോനെ, അന്യഭാഷയൊക്കെ കൊള്ളാം, പക്ഷെ പലതും കറക്റ്റാണെന്നൊന്നും ധരിച്ചിരിക്കില്ലേ. ശരിയായ ഒരു അനോയിന്റിങ്, യഥാർത്ഥ അഭിഷേകം നന്നായി വെളിപ്പെട്ടാൽ പലതും പുറത്ത് വരേണ്ടി വരും. പാപത്തോട് പാപം കൂട്ടുന്നതല്ല പരിശുദ്ധാത്മാവ്, പാപത്തോട് പോരാടാൻ പറ്റുന്നതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. പാപബോധ്യം വരുത്തുന്നതാ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. പാപബോധം, ബോധം. ഇവിടെ എഴുതിയിരിക്കുന്ന കണ്ടോ, എല്ലാവരോടും ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. അടുത്തത്, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച്. ദൈവമക്കളെ ബാക്കി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ വേരെവിടാ ഉള്ളേ? വൃക്ഷത്തിന്റെ വേരെവിടാ? അതെങ്ങും പുറത്തല്ല. പുറത്ത് നല്ലതായിരിക്കും, പാട്ടിന് പാട്ട്, സ്തോത്രത്തിന് സ്തോത്രം, അന്യഭാഷയോ എല്ലാം കാണും. പക്ഷെ വേര് എന്തോ വേരാ? കയ്പുള്ള വേര്. അത് അടി കിടക്കുന്ന സാധനം, ഈ കയ്പുള്ള വേര്. കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ഏശാവിനെ പോലെ അഭക്തനോ ആയി തീരുകയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളാൻ, കരുതിക്കൊള്ളാൻ. കയ്പുള്ള വേര്. ഇന്ന് പകൽ ദൈവമക്കൾ അറിയണം, നമ്മൾ ആരാ? ദൈവത്തിന്റെ മക്കളാ. ദൈവമക്കളോടാ പറയുന്നത്. കയ്പുള്ള വേര് മുളച്ചു വരും. അത് വരാതിരിക്കാൻ കരുതിക്കൊള്ളണം. അത് ഇടർച്ചയുണ്ടാക്കുന്നതാണ്. അത് പാപപങ്കുലമാണ്, പാപവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ കർത്താവിൻ്റെ വരവിൽ നാം എടുക്കപ്പെടണം എന്നുള്ള ഉത്തമമായ ബോധ്യത്തോടെ, സ്തോത്രം,
ചിരിക്കാനും കളിക്കാനും ഇരിക്കാനും പറയാനും എല്ലാം പറ്റിയെന്ന് വരും. കൈ കൊടുക്കണോ, മിണ്ടണോ, പക്ഷെ കയ്പുള്ള വേര് ഹൃദയത്തിൻ്റെ അകത്ത് കുമിഞ്ഞുകൂടിക്കിടക്കുന്നത്. പ്രവാചക ഭാഷയിൽ യെശയ്യാവ് വിളിച്ചു പറയുന്നു, ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, അടി തൊട്ട മുടി വരെ ഒരു സൗഖ്യവുമില്ല. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ തികഞ്ഞ ശുദ്ധീകരണത്തോടെ ദൈവസഭ ദൈവത്തിന്റെ പാദപിടത്തെങ്കിലായിരിക്കട്ടെ. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷി. എഫേസ്യ ലേഖനത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. 4-ാം അധ്യായം അതിന്റെ 30, 31, 32 വാക്യങ്ങളൊന്ന് വായിച്ചേ. നിങ്ങളുടെ വായിൽ നിന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. നിങ്ങൾ മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും. വാക്യം വളരെ ശ്രദ്ധിക്കണം. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. 32-ാം വാക്യം. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവും ഉള്ളവരായി. ഇന്ന് പകൽ കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിക്കണം. കർത്താവേ, ആ വാക്യം നിങ്ങൾ കണ്ടോ? നിങ്ങൾ തമ്മിൽ വീടിനകത്തായാലും സഭയ്ക്കകത്തായാലും കൂട്ട് സഹോദരങ്ങളായാലും ഒരപ്പത്തിന്റെ അംശികളായാലും വചനം പറയുന്നു തമ്മിൽ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, നീ യാഗം കഴിക്കാൻ പോകുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് വല്ലതും ഉണ്ടെന്ന് അവൻ പറഞ്ഞിട്ട് അറിയാനൊന്നും കാത്തിരിക്കണ്ട. നിനക്ക് തോന്നിയാൽ ശരിയായ പ്രമാണം അവിടെ നിന്നേ. അവിടുന്ന് എഴുന്നേൽക്കുന്നൊരു ഹൃദയം, മടങ്ങുന്നൊരു ഹൃദയം, നിരപ്പ് പ്രാപിക്കുന്നൊരു ഹൃദയം. സ്തോത്രം. ഇവിടെ ഏതാണ്ട് 70 വയസ്സിന് മുകളിലുള്ള എത്രയോ പേരുള്ളൊരു സഭയായത്. പഴയ ഓർമ്മകൾ അറിയാമല്ലോ. ഓരോ തിരുമേശയും എടുക്കണമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു. TPM-ലൊന്നുമല്ല, IPC-യിൽ എഴുന്നേറ്റ് കർത്തൃമേശ എടുക്കണമെങ്കിൽ എഴുന്നേറ്റ് സാക്ഷ്യം പറയും. ഞാൻ ഇന്ന് കർത്താവിൻ്റെ വിശുദ്ധ മേശ എടുക്കാൻ പ്രാഗൽഭ്യമുള്ളവനായിരിക്കുന്നു. എൻ്റെ വാക്കിലോ പ്രവൃത്തിയിലോ നോട്ടത്തിലോ ചിന്തയിലോ ദൈവത്തിനോ ദൈവസഭയ്ക്കോ സഹോദരങ്ങൾക്കോ ഭാരം വന്നുപോയത് മനഃപൂർവ്വം ക്ഷമിക്കണം എന്ന് പറയുന്ന ഒരു ശുദ്ധീകരണത്തിൻ്റെ ദൈവകൃപയുടെ ഒരു കാലഘട്ടം. നമ്മൾ എവിടെയൊക്കെയോ മറ്റ് പലതുമായി അലിഞ്ഞു ചേർന്നു. വേരടി കിടക്കുക. ഇപ്പോഴും കയ്പുള്ള വേരുകൾ, പാപം നിറഞ്ഞ മണ്ഡലങ്ങൾ, അശുദ്ധി നിറഞ്ഞ മേഖലകൾ, കഠിനപ്പെട്ടു പോയ ഹൃദയങ്ങൾ, ശുദ്ധീകരണമില്ലാത്ത, അനുതാപമില്ലാത്ത, മടങ്ങി വരാൻ കഴിയാത്ത ഒരു മേഖലയിൽ നമ്മൾ അകപ്പെട്ടിട്ട് ആരെ കാണിക്കാനാ ദൈവമക്കളെ? നമ്മൾ എങ്ങോട്ട് പോകാനാ വിളിക്കപ്പെട്ടത് എന്ന വലിയ വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തുണ്ടാകട്ടെ. 32-ാം വാക്യം ഒന്ന് വായിച്ചേ. 32. ദയയും മനസ്സലിവുള്ളവരുമായിരിപ്പീൻ. പിന്നെ ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. ഒരു സ്തോത്രം പറയാനൊക്കെ പറ്റുമോ? കർത്താവ് നിങ്ങളോട് ക്ഷമിച്ച പോലെ, കർത്താവ് ക്ഷമിച്ച പോലെ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 14-15 വാക്യങ്ങളുണ്ടെന്ന് വായിച്ചാട്ടെ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ, കർത്താവ് പറഞ്ഞ വാക്കാ, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. പിന്നെ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. എങ്ങനെ ക്ഷമിക്കണം? ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പത്രോസിന് ശിഷ്യന്മാർക്കൊരു സംശയം. എങ്ങനെ ക്ഷമിക്കണം? എത്ര പ്രാവശ്യം ക്ഷമിക്കണം? പുള്ളിക്കാരന്റെ ഭാഷയെ പറഞ്ഞ ക്ഷമിക്കുന്നതിനൊരു പരിധിയില്ലേ പാസ്റ്ററെ? യേശുവിനോട് ചോദിക്കുക, എത്ര ക്ഷമിക്കണം? പൊതുവായിട്ടൊരു നാട്ടുനടപ്പ് പുള്ളി അവിടെ ഉപയോഗിച്ചു. 7 പ്രാവശ്യം. ഇതിൽ കൂടുതലൊക്കെ എങ്ങനെ ക്ഷമിക്കുന്നത്?
കർത്താവ് പറഞ്ഞു, മക്കളെ, കർത്താവ് പൊതുവായിട്ട് ചില കാര്യങ്ങൾ എപ്പോഴും പറയുന്നത് ശ്രദ്ധിക്കണം. പരീശന്മാരുടെയും സദൂക്യരുടെയും ഇതവരാ നാട്ടിലെ വലിയ പുള്ളികളാണ്. അവരുടെ രീതിയാണ് 7 വരെയൊക്കെ. അവരുടെ ചില പ്രമാണങ്ങളുണ്ട്. കർത്താവ് എല്ലാം കൂടെ ചേർത്തിട്ടാണ് പറഞ്ഞത് അവരുടെ നീതിയെ. നമ്മൾ ആരാണ്? മർത്തോമ, യാക്കോബ, CSI, കത്തോലിക്ക സമുദായങ്ങൾ, മറ്റ് ക്രൈസ്തവ അക്രൈസ്തവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ജീവനുള്ള സത്യദൈവത്തിൻ്റെ വെളിപ്പാട് പ്രാപിച്ച് ഈ സുവിശേഷവുമായി ഇറങ്ങിത്തിരിച്ച ദൈവത്തിൻ്റെ പൈതലെ, അവരും നമ്മളും തമ്മിൽ എന്താ വ്യത്യാസം? നമ്മുടെ കർത്താവ് ക്ഷമിച്ച പോലെ ക്ഷമിക്കുക. കർത്താവ് പറയുക, കർത്താവിൻ്റെ വചനമാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 35-ാം വാക്യം. എങ്ങനെ ക്ഷമിക്കണം? കർത്താവ് പറഞ്ഞ കേൾക്ക കുഞ്ഞെ, 490 മതി, സ്വോത്രം. അത് കഴിയുമ്പോൾ കൊടുത്തരടി. നമ്മുടെ ഇടയിൽ ചിലരൊക്കെ പറയാറുണ്ടെന്നാണ് പറയുന്നത്. ക്ഷമയുടെ ഒരു ഭാഗം കഴിഞ്ഞാൽ അടുത്തത് കൈ പൊക്കിക്കോളാനാ. കർത്താവ് പറഞ്ഞേ, എനിക്ക് തന്നേക്കുന്നത് എന്നാന്നറിയാവോ? അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. തന്നത് എനിക്ക് നിന്റെ ഹൃദയമാണ്. ഞാൻ നിന്റെ ഹൃദയത്തിലായിരിക്കുന്നത് നിനക്കൊരു ബോധ്യം ഉണ്ടേൽ ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് ക്ഷമിക്കണം. ആ ക്ഷമയാ കർത്താവിൻ്റെ ക്ഷമ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ക്ഷമിക്കുക. ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന്. എനിക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ വേഗം നിർത്താം. ഈ 2 ശമൂവേലിൻ്റെ പുസ്തകം 16-ാം അധ്യായം 23-ാം വാക്യവും 17-ാം അധ്യായം 23-ാം വാക്യം, ഇത് രണ്ടും നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ആ വാക്യം ഞാനത് പറയുന്നതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്, അതിനു വേണ്ടിയാ. അക്കാലത്ത് അഹീതോഫേൽ പറയുന്ന 2 ശമൂവേലിന്റെ പുസ്തകം വായിച്ച വാക്യം കറക്റ്റാ? അന്വേഷിക്കുന്നവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയുക. 16-ാം അധ്യായം 23-ാം വാക്യം. അക്കാലത്ത് അഹീതോഫേൽ പറയുന്ന ആലോചന ദൈവത്തിന്റെ അരുളപ്പാട് പോലെ ആയിരുന്നു. ആരുടെ അരുളപ്പാട് പോലെ ആയിരുന്നു? കൃത്യമായിട്ട് ഇതൊക്കെ ചെന്ന് കേട്ടോണ്ടിരുന്ന ഒരാളാണ് ദാവീദ്. ദാവീദിനോടൊക്കെ പറഞ്ഞ നമ്മുടെ നാട്ടിൽ പറഞ്ഞ പച്ചലയും കത്രിയും പോലെ വരവണ്ണം മാറാതെ പറയുന്ന ഒരു ദൂത് പറയുന്ന ആളായിരുന്നു അഹീതോഫേൽ. ദൈവത്തിൻ്റെ അരുളപ്പാട് പോലെ ആയിരുന്നു. അത്ര കൃത്യമായിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളാണേ. 17-ാം അധ്യായം 23-ാം വാക്യം. ഒരധ്യായം കഴിഞ്ഞതേ ഉള്ളേ. ആളെന്ത് ചെയ്യാൻ നോക്കിയേ, വായിച്ചേ. എന്നാൽ അഹീതോഫേൽ തന്റെ ആലോചന നടന്നില്ല എന്ന് കണ്ടപ്പോൾ, അഹീതോഫേൽ തന്റെ ആലോചന നടന്നില്ലെന്ന് കണ്ടപ്പോൾ കഴുതപ്പുറത്ത് കോപ്പിട്ട് കയറി തന്റെ പട്ടണത്തിൽ വീട്ടിലേക്ക് ചെന്ന് വീട്ടുകാര്യം ക്രമപ്പെടുത്തിയ ശേഷം കെട്ടി ഞാൻ മരിച്ചു. ഓത്രം. ദൈവത്തിൻ്റെ ആലോചന പോലെ കൃത്യമായി പറഞ്ഞുകൊണ്ടിരുന്ന ആൾ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരാംശം പറയാം. ഈ കയ്പുള്ള വേരെന്ന് പറയുന്ന ചെറിയ സാധനമല്ല. അത് എത്തിക്കുന്ന എവിടാന്നറിയാവോ? ദേ 23-ാം വാക്യം നല്ലപോലെ വായിച്ചു. അന്ത്യം എന്തായിരിക്കുമെന്ന്. പാടാനും കൊട്ടാനും ചാടാനും തുള്ളാനും സ്തോത്രം പറയാനും എല്ലാം പറ്റിയെന്ന് വരും. ഇവിടെ ആരും മൂക്കേറൊന്നും വിടാനില്ല. പാസ്റ്റർമാർക്ക് പോലീസ് ഉദ്യോഗവും ഇല്ല. പക്ഷെ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ സേവിക്കുന്ന ഓരോ ദൈവമക്കളോടും ഞാൻ പറയുക, നാം ദൈവത്തെ ഭയപ്പെട്ടാൽ ഒരു കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആലോചന പറയുന്ന പോലെ പറഞ്ഞാൽ സംഭവം ഇതേ ഉള്ളൂ. പുള്ളിയുടെ അകത്ത് ദാവീദിനോട് ഭയങ്കര വൈരാഗ്യം. ഇതിനിടയ്ക്ക് പുള്ളിക്കാരനൊരു കൂട്ടുകെട്ടൊക്കെ കൂടി. ആരോടാ? സ്വന്തം മോനോട് കൂട്ടുകെട്ട് കൂടി. ഭയങ്കര കൂട്ടുകെട്ടിൻ്റെ പുറകിലൊരു കാരണമുണ്ട്. ഇങ്ങനെ കൂട്ടുകെട്ട് കൂടാൻ കാരണം, ദാവീദ് അധികാരത്തിൻ്റെ സീമത്തയിലിരുന്നപ്പോൾ ഈ പാപം ജനിച്ചു വരുന്നതിന് ചില മേഖലകളുണ്ട്. നമുക്കറിയാമല്ലോ. തൻ്റെ സൈന്യത്തിൽ അംഗമായിരുന്ന ഊരിയാവിൻ്റെ ഭാര്യ ബർശബയെ താൻ മോഹിക്കുന്നു.
ഈ ബർഷേബ എന്ന് പറയുന്നത് അഹിത്തോബേലിൻ്റെ കസിനാ. അഹിത്തോബേലിന് ഇത് സഹിക്കാൻ പറ്റിയില്ല. പക്ഷെ ദാവീദ് എന്നെ പറ്റിയ തെറ്റ് ഭയങ്കരം തെറ്റാ. 51 സങ്കീർത്തനമായപ്പോൾ നെടുമ്പാട് വീണു. തെറ്റ് പറ്റിയെന്ന് സമ്മതിച്ചു. ദൈവമക്കളോട് ഞാനൊരു കാര്യം പറയാം. പാപം ആർക്കും വരാം, തെറ്റ് ആർക്കും പറ്റാം, ബലഹീനത ആർക്കും സംഭവിക്കാം. പക്ഷെ മൂടി വെച്ച് യാത്ര ചെയ്താൽ പരിണിത ഫലം ചെറുതായിരിക്കുകയില്ല. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തോടും വചനത്തോടും ആത്മാവിനോടും ദൈവസഭയോടും പരിശുദ്ധാത്മാവിനോടും നിരപ്പ് പ്രാപിച്ച് പോയോ? സത്യം പറഞ്ഞാൽ ദാവീദിന്റെ അന്ത്യമായിരുന്നു ശരിക്കും ഇങ്ങനെ എഴുതണ്ടേ. ദൈവാലോചന പോലും ദൈവത്തിൻ്റെ അരുളപ്പാട് പറഞ്ഞുകൊണ്ടിരുന്ന പുള്ളിക്ക് ക്ഷമിക്കാൻ പറ്റിയില്ല. ദാവീദ് അപ്പുറത്ത് മുറി കയറി ഭയങ്കര കരച്ചിലും മാറത്തടി നിലവിളിയും പാപം മുഴുവൻ ഏറ്റുപറഞ്ഞ ദൈവസന്നിധിയിൽ വലിയ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവ മുൻപാകെ തൻ്റെ കുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞു. ദൈവമേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ, എന്നെ തള്ളിക്കളയരുതേ എന്ന് പറഞ്ഞ് മാറത്തടിച്ച് കരഞ്ഞ് നിലവിളിച്ച് ദൈവസന്നിധിയിൽ അവൻ നെടുമ്പാട് വീണ ദാവീദ്. ചരിത്രം പറയുന്ന അഹിത്തോബേൽ ഇങ്ങനെ അവസാനിക്കേണ്ടി വന്നതിൻ്റെ രഹസ്യം എന്നാണെന്നറിയാമോ? ദാവീദിനോട് ക്ഷമിക്കാൻ തനിക്ക് പറ്റിയില്ല. ദാവീദിനോട് ക്ഷമിക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് താന് അപ്പുറത്ത് കൂട്ടുകെട്ടുകൾ പലതുണ്ടാക്കി. പരിണിത ഫലമായി ഓടാമെന്നാ വിചാരിച്ചത്. പക്ഷെ ദൈവത്തിന്റെ കരം അവന്റെ നേരെ തിരിഞ്ഞു. ഇന്ന് പകൽക്കാലം ദൈവത്തെ ഭയപ്പെട്ടാൽ അത് നിന്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമാവും. എന്തിനു വേണ്ടിയാണ് എബ്രായലേഖനത്തിൽ പറഞ്ഞത്? കൈപ്പുള്ള വേര് അവൻ മുളച്ചിട്ട് നിന്റെ ദൈവകൃപ നഷ്ടപ്പെടും. കർത്താവ് വരുമ്പം പോകത്തില്ലെന്ന് കാഹളം മുഴങ്ങുമ്പോൾ നിനക്ക് എടുക്കപ്പെടാൻ പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുന്ന ദൈവജനത്തോട് ദൈവത്തിന്റെ ആത്മാവിൽ ശഗാന, ഹദ്ദന, ഉടൽക്കന, സിതാര ഏറ്റുപറയേണ്ട പാപങ്ങൾ, ഉപേക്ഷിക്കേണ്ട പാപങ്ങൾ, നിരപ്പ് വരുത്തേണ്ട പാപങ്ങൾ, ശുദ്ധീകരണം പ്രാപിക്കേണ്ട വശങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് നെടുമ്പാട് വീഴുക. ആ ഉണർവ് യോഗത്തിൽ എല്ലാവരും അഭിഷേകം പ്രാപിക്കുക. അദ്ദേഹത്തിന് മാത്രം പരിശുദ്ധാത്മ നിറവ് പ്രാപിക്കാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് ഇരിക്കുക. അങ്ങനെ പ്രാർത്ഥനയിൽ ജാഗരിച്ചിരിക്കുമ്പോൾ തൻ്റെ മുൻപിൽ ഒരു ചെറിയ ദർശനം പോലെ വന്നു നിൽക്കുക. നിസ്സാര ഒരു കാര്യം, ഒരു പോത്തുംകിടാവ് അതിങ്ങനെ മുമ്പിൽ വന്ന് നിൽക്കുക. അപ്പോൾ സാധാരണ നമ്മുടെ ആൾക്കാർ ചെയ്യുന്ന പോലെ പുള്ളിയും ഫലസിച്ചു, പിശാചാന്നും പറഞ്ഞ് നമ്മളൊരു ചെറിയ എന്നതേലും കണ്ടാൽ പിന്നെ നിലത്ത് നിൽക്കുകയില്ല. ഈ നാട്ടിൽ തമ്പുരാൻ സൃഷ്ടിച്ച ഏത് മൃഗത്തെ കണ്ടാലും നിങ്ങൾ ശാസിക്കല്ലേ? അതെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. നമ്മുടെ അകത്തുള്ളതിനെ ഇതിലും വലുതുണ്ടെന്ന് കാണുമ്പോൾ ഓർത്താൽ മതി. അത് ശാസിക്കുകയല്ല. നമ്മൾ ഈ പടം കാണുന്ന, ഈ രൂപം കാണുന്നതിനെ ശാസിച്ചുകൊണ്ട് നടക്കുക. പുള്ളി ശാസിച്ച് നോക്കിയിട്ട് ഇത് പോകുകയല്ല. 2-3 പ്രാവശ്യമായിട്ട് ഇതിങ്ങനെ മുമ്പിൽ നിൽക്കുക. വീട്ടിൽ ചെന്നിരുന്നു പിന്നെയും പ്രാർത്ഥിച്ചപ്പോൾ തനിക്ക് ഓർമ്മ വന്നു. ഇന്നത്തെ പോലെയല്ല, പണ്ടത്തെ കാലം 45-50 കൊല്ലം മുമ്പാ രാവിലെ കൃഷി ചെയ്യുന്ന കൃഷിയിടത്തിൽ വെള്ളം തുറന്നു വിടണം, വയലിൽ. അപ്പോൾ ഇവരുടെ കൃഷിയിടത്തിലേക്ക് വെള്ളം തുറന്നു വിടാൻ വേണ്ടി ചെന്നപ്പം അയൽവക്കംകാരൻ ഒരാളുടെ പോത്തുകിടാവ് രാവിലെ ഇറങ്ങി ഇവരുടെ ഞാറ് മുഴുവൻ അങ്ങ് തിന്നുക. വെളുപ്പിനെ 4:30 മണിയായുള്ളൂ. പുള്ളി നല്ല ആരോഗ്യവാനായിരുന്നു. ഒരു നല്ല കല്ല് കയ്യിലെടുത്തു. കൊല്ലാനൊന്നും എറിഞ്ഞതല്ല, പക്ഷേ ഏറെ മർമ്മസ്ഥാനത്ത് കൊണ്ടു. ഏതാണ്ട് 50 കിലോയോളം താഴ്ച വലിപ്പം വരുന്നൊരു പോത്തുകിടാവ് മറിഞ്ഞ് അങ്ങോട്ട് വീണു. ചെയ്യാൻ വേറെ മാർഗമൊന്നുമില്ല. രക്ഷിക്കപ്പെട്ട ആളല്ലായിരുന്നു കേട്ടോ.
വേറെ ഒരു മാർഗവുമില്ല. ഇദ്ദേഹം അവിടുത്തെ കുറേ ഞാറ് ചേറ്റുകണ്ടവാ പറിച്ചങ്ങോട്ട് മാറ്റി, വെളുപ്പിനെ കൈകൊണ്ട് തന്നെ വലിച്ചു മാറ്റി, ആ കിടാവിനെ വലിച്ച ആ ചേറിനകത്തോട്ട് താത്ത് ആ മണ്ണിട്ടും തന്നെ മൂടി അതിൻ്റെ പുറത്ത് ഞാറൂടെ നാട്ടി വെച്ചു. ആരും കണ്ടില്ല. കുറേ കാലം കഴിഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു വന്നു. ഇന്നടത്തെ വീട്ടുപേരൊന്നും ഞാൻ പറയുന്നില്ല. ആ വീട്ടുകാരൻ നാടായ നാട് മുഴുവൻ ഈ സാധനത്തെ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അന്വേഷിക്കുന്ന കൂട്ടത്തിൽ പുള്ളിയും പോയി സഹായിക്കാൻ. പക്ഷെ രക്ഷിക്കപ്പെട്ടു വന്നപ്പം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പം ഇതാ ഇങ്ങനെ മുമ്പിൽ നിൽക്കുന്നത്. ഇന്നത്തെ രക്ഷയും അന്നത്തെ രക്ഷയും തമ്മിലുള്ള വ്യത്യാസം കൂടാ ഞാൻ പറയുന്നത്. ഇന്നത്തെ വിശ്വാസി അന്നത്തെ വിശ്വാസികളും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. ദൈവമക്കൾ ഓർക്കണേ, ഈ മനുഷ്യൻ മനസ്സിലായി ഞാൻ ആ പാപത്തിന് ക്രമീകരണം വരുത്തിയിട്ടില്ല. അദ്ദേഹം എഴുന്നേറ്റു, ആ വീട്ടിൽ ചെന്നു, അവിടുത്തെ അങ്കിളിനെ വിളിച്ചു, ക്ഷമ പറഞ്ഞ് കാലെ വീണു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ അറിയായ്മയുടെ കാലത്ത് ഞാൻ ചെയ്തു പോയൊരു പാപമാണ്, ഞാനത് മറച്ചു വെച്ച് സഞ്ചരിച്ചയാളാ. ഞങ്ങളുടെ സഭയിലെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ എല്ലാവരും ഇരിക്കുക. എന്നിട്ട് ആ കാര്യമൊക്കെ പറഞ്ഞു. കുറച്ച് സമയം പരിശുദ്ധാത്മാവിനെ എങ്ങനെ പ്രാപിക്കും അതെല്ലാം അങ്ങോട്ട് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല പരിശുദ്ധാത്മാവിനെ, അതുകൊണ്ട് അത് പ്രാപിക്കാൻ വേണ്ടി ഞാൻ ആ കാര്യം ചെയ്തു പോയിട്ടുണ്ട്. അതിന് ഇന്ന് അദ്ദേഹം പറയാ, എന്ത് വില അങ്ങ് കൽപ്പിക്കുന്നോ അത് ഞാൻ തന്ന് തീർത്തോളാം. ആ പാപം എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്തു പോയൊരു തെറ്റാണ്, അബദ്ധത്താൽ സംഭവിച്ചു പോയതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആ വീട്ടുകാരൻ കെട്ടിപ്പിടിച്ചു. അക്രൈസ്തവനാ. ആ മനുഷ്യൻ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞേ, നിന്റെ അറിവില്ലായ്മയിലല്ലേ, പക്ഷെ ഇന്നേലും നിനക്ക് ബോധ്യം ഉണ്ടായല്ലോ അങ്ങനൊരു തെറ്റ് പറയണം. എന്നിട്ട് അയാൾ പറഞ്ഞ വാക്ക് കേൾക്കണം, നീയാടാ ക്രിസ്ത്യാനി, നീയാടാ ക്രിസ്ത്യാനി. ചേർത്ത് പിടിച്ചു. ഒരു പൈസയും വേണ്ട, ഞാൻ ആരോടും പറയത്തില്ല. ആമേൻ. അങ്ങനെ പറഞ്ഞ് അവിടുന്ന് ക്ഷമാപണം നടത്തി തിരിച്ച് ഹോളിൽ കയറുക, ഹോളിലോട്ട് വരിക. വൈകിട്ടത്തെ മീറ്റിങ്ങിന് വരാൻ വേണ്ടി ഇദ്ദേഹം ഈ ക്രമീകരണം ചെയ്ത് ഹോളിലേക്ക് വന്ന് വാതിൽപ്പടി അകത്തോട്ട് ചവിട്ടിയതും കരണ്ട് അടിക്കുന്ന പോലെ ഒരത്യന്ത ശക്തിയുടെ വലിയ പ്രവാഹം തൻ്റെ മേൽ വെളിപ്പെട്ടു വന്നു. വിളിക്കുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കുക, ഏറ്റുപറയാത്ത പാപം വെച്ച് യാത്ര ചെയ്തിട്ട് കുറ്റബോധമില്ലാതെ കഠിനപ്പെട്ട ഹൃദയവുമായി നീ സഞ്ചരിക്കുമ്പോൾ അത് നിനക്ക് ലാക്കാക്കി നീ കാണരുത്, അത് നിന്റെ നേട്ടമായി നീ ചിന്തിക്കരുത്. ഏറ്റുപറയാത്ത ഒരു പാപവും ദൈവം ക്ഷമിക്കത്തില്ല. എത്ര കൊല്ലം പഴക്കം ചെന്നാലും ഏറ്റുപറയാത്ത പാപം ഇന്ന് അന്യഭാഷ കുറയും. ആത്മനിറവിൽ പറയാവുന്നവർ പറഞ്ഞാൽ മതി കേട്ടോ. ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ടെങ്കിൽ എവിടെയാണോ നീ ദൈവകൃപ വെളിപ്പെട്ടു വരേണ്ടത് അത് വെളിപ്പെട്ടു വരാൻ ഏൽപ്പിച്ചു കൊടുത്ത് ആത്മാവിൽ സ്തുതിക്കാൻ കഴിയുന്നവര്, ദൈവത്തോട് മനുഷ്യരോട് നിരപ്പ് വരാനുള്ള മേഖല ഉണ്ടെങ്കിൽ അതിന്മേൽ നിരപ്പ് വരുത്തി അനുതാപത്തോടെ അടുത്തിയല്ല വചനം പറയുന്നു, ഉണർന്നിരിപ്പീൻ, ഒരുങ്ങിയിരിപ്പീൻ. വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചത് തൻ്റെ സഭ കാന്ത ഒരുങ്ങി ഇരിക്കുന്നു. അതുകൊണ്ട് എന്തിന്? ആത്മമണവാളിൻ്റെ വരവിന് വേണ്ടി. മോനെ, പാട്ടിൻ്റെ വരി ഒന്ന് പാടിക്കുക. കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ ശാന്തര. എല്ലാ കണ്ണുകളും അടച്ച് ഇന്ന് പകൽ ഏൽപ്പിക്കാൻ എത്ര പേര് തയ്യാറുണ്ട്? കർത്താവുമായിട്ടാണ് നമ്മുടെ ബന്ധം വേണ്ടത്. മനുഷ്യനൊക്കെ മാറി നിൽക്കട്ടെ. നീയും കർത്താവുമായിട്ടുള്ള റിലേഷൻ എവിടെയെങ്കിലും തകരാറ് വരുന്നെങ്കിൽ ഇന്ന് പകൽ ഏറ്റുപറ. എനിക്ക് വേണ്ടത് ദൈവത്തോടുള്ള പ്രാഗൽഭ്യമാ, എനിക്ക് ദൈവത്തോടുള്ള സമാധാനമാ, എനിക്ക് ദൈവത്തോടുള്ള സമാധാനമാ വേണ്ടത്. ഇന്ന് പകൽ ഞാൻ അതിന് തയ്യാറാണ്. ഒരു നിമിഷം പ്രാർത്ഥിച്ചോട്ടെ.